രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തം അന്വേഷിക്കാൻ ബോയിംഗ് വിദഗ്ധർ ഇന്ത്യയിലെത്തി. ജൂൺ 12-നുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 241 പേരടക്കം 270 പേർ മരിച്ചിരുന്നു. അപകടത്തിന് പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ബോയിംഗ് 287-8 ഡ്രീം ലൈനർ വിമാനം പൂർണ്ണമായും തകരുകയും ചെയ്തിരുന്നു. അഹമ്മദാബാദിലെത്തിയ ബോയിംഗ് വിദഗ്ധർ വൈകാതെ അപകടസ്ഥലം സന്ദർശിക്കും. വിമാന അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിമാനം US നിർമ്മിതമായതിനാൽ US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് രാജ്യാന്തര പ്രോട്ടോകോളുകൾക്ക് കീഴിൽ സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ബോയിംഗ് 787-8 ഡ്രീം ലൈനർ 2023 ജൂണിൽ സമഗ്രമായ അറ്റകുറ്റപ്പണി പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഡിസംബറിൽ അടുത്തഘട്ട പരിശോധനയും ഷെഡ്യൂൾ ചെയ്തിരുന്നുവെന്നും എയർലൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെ എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8, 787-9 എന്ന വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിക്കാൻ DGCA ഉത്തരവിട്ടു. എയർ ഇന്ത്യക്ക് 26 ബോയിംഗ് 787-8 വിമാനങ്ങളും 7 ബോയിംഗ് 787-9 വിമാനങ്ങളുമുണ്ട്. അതേസമയം അപകടത്തിൽ തകർന്ന വിമാനത്തിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കണ്ടെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച നടത്തിയ തിരച്ചിലാണ് CVR ലഭിച്ചത്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് CVR ലഭിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപകടത്തിൽ തകർന്ന ഡോക്ടർമാരുടെ ഹോസ്റ്റലിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ഞായറാഴ്ച അപകടം നടന്ന BJ മെഡിക്കൽ കോളേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര സന്ദർശിച്ചിരുന്നു. അതേസമയം ദുരന്തബാധിത വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂവെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി മിശ്രയുടെ അധ്യക്ഷതയിൽ സർക്യൂട്ട് ഹൌസിൽ നടന്ന ഉന്നതതല അവലോകന യോഗം ദുരിതാശ്വാസം, രക്ഷാപ്രവർത്തനം, അന്വേഷണ പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്തിരുന്നു. വിമാനം അമേരിക്കൻ നിർമ്മിതമായതിനാൽ AAIB വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്താരാഷ്ട്ര പ്രോട്ടോകോളുകൾക്ക് കീഴിൽ സമാന്തര അന്വേഷണം നടത്തുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കണ്ടെത്തി സുരക്ഷിതമാക്കിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മിശ്രയോട് വ്യക്തമാക്കിയിരുന്നു. വിമാനത്തിന്റെ 2 ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തിയതോടെ അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നത് അന്വേഷകർക്ക് എളുപ്പമാകും. ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനം മേഘാനി നഗർ പ്രദേശത്തെ മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള ക്യാമ്പസിൽ ഇടിച്ചുകയറി തീപിടിച്ച് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വിമാനത്തിലെ 242 യാത്രക്കാരിലും ജീവനക്കാരിലും ഒരാളൊഴികെ മറ്റെല്ലാവരും നിലത്തുണ്ടായിരുന്ന 5 MBBS വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 29 പേരും മരിച്ചു. മേഘാനി നഗറിലെ BJ മെഡിക്കൽ കോളേജിന് സമീപമുള്ള അപകടസ്ഥലം മിശ്ര അവലോകനം ചെയ്യുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സംഭവങ്ങളുടെ ക്രമത്തെക്കുറിച്ചും അടിയന്തര പ്രതികരണ നടപടികളെക്കുറിച്ചും അദ്ദേഹത്തോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.